ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അഖിൽസ് വ്ലോഗ്. നമ്മൾ ഇന്നുള്ളത് കുടുക്കത്തുപാറയിലാണ്. കുടുക്കത്തുപാറ പോകുന്ന വഴിയാണ് നമ്മളുള്ളത്. ഈ റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിലേ കൂടെ വണ്ടിയൊക്കെ കയറാൻ ഭയങ്കര മോശമാണ് കേട്ടോ. ഇതിലേ കൂടെ ചെറിയ വണ്ടികളൊന്നും കയറാൻ ഭയങ്കര മോശമാണ്, കാരണം അടിയൊക്കെ തട്ടും. ഒന്നീ ഓഫ് റോഡ് ജീപ്പോ അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഇതിലൂടെ പോകാനൊക്കത്തുള്ളൂ. നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഈ താഴെ വരെ വന്ന് വണ്ടി നിർത്തേണ്ട ഒരവസ്ഥയാണ്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നിട്ട് വേണം കുടുക്കത്തുപാറയുടെ സ്റ്റാർട്ടിങ് പാറയിലേക്ക് കയറാൻ. നമ്മളിവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ആ പാറയിലോട്ട് കയറുക എന്ന് പറഞ്ഞത് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, ഒരു ഓഫ് റോഡ് ജീപ്പ് നിങ്ങൾ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര അധികം പ്രയോജനപ്പെടും. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് വന്ന് അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് 2 കിലോമീറ്റർ നടക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. നമുക്ക് തീർച്ചയായിട്ടും പാറയുടെ താഴെ വരെ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി ഉള്ള ആ ഒരു 300 സംതിങ് ഉള്ള സ്റ്റെപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രയാസമില്ലാതെ കയറാൻ സാധിക്കും. ഹിൽസ് വ്ലോഗിൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു ഓഫ് റോഡ് ജീപ്പ് എന്തായാലും അറേഞ്ച് ചെയ്യാൻ ഒക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യാത്രയും നല്ല ഓഫ് റോഡ് യാത്രയും വരുന്ന സഞ്ചാരികൾക്ക് എൻജോയ് ചെയ്യാനൊക്കും. അതുപോലെ തന്നെ ഭയങ്കര നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. അല്ലാതെ അവിടുന്ന് വന്ന് നടന്ന് വീണ്ടും 2 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പാറയിലോട്ട് കയറുന്നത് ഫാമിലിയൊക്കെ വരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അഖിൽസ് വ്ലോഗ്. താങ്ക് യു.